ഹായ്, ഞാൻ ഹേമന്ത് പുല്ലേൻകാട്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ് എന്നാണല്ലോ പറയുക. അതായത് നമ്മൾ ലൈഫിൽ എന്ത് ചൂസ് ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയും അല്ലേ. അതേപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓൾഡ് സ്കീമും മറ്റൊന്ന് ന്യൂ സ്കീമും. ഈ ഓൾഡ് സ്കീം, ന്യൂ സ്കീം എന്നുള്ള ഓപ്ഷൻസ് എല്ലാ അസസീസിനും അവൈലബിൾ അല്ല. ഇൻഡിവിജ്വൽസിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ HUF എന്ന് പറയുന്ന രണ്ട് അസസീസിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഇതിൽ ഓൾഡ് സ്കീമിനെയും ന്യൂ സ്കീമിനെയും കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം ഇൻകം ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എല്ലാ സോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിനെ ആദ്യം കൺസിഡർ ചെയ്യുകയും ആ ഇൻകം കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ എക്സ്പെൻഡിച്ചറായി കുറയ്ക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ഇൻകത്തിനെ ഗ്രോസ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ, ടാക്സ് സേവിംഗ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻഡിച്ചറും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറച്ച് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിൽ സ്ലാബ് ബേസിസിൽ എത്രയാണോ ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് റേറ്റ് വരുന്നത് ആ ടാക്സ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടാക്സ് എമൗണ്ട് കിട്ടും. ഇങ്ങനെയാണ് നോർമൽ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത്. ഇതില് 70ഓളം എക്സംഷൻസും ഡിഡക്ഷൻസും ഈ ഓൾഡ് സ്കീമിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഫണ്ട് അവൈലബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എങ്കിൽ, എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും എക്സ്പെൻഡിച്ചേഴ്സ് ഇല്ലാതെയും ടാക്സ് കുറയ്ക്കാൻ സഹായിക്കാൻ പറ്റുന്ന ഒരു സ്കീമായാണ് ന്യൂ സ്കീം ഇന്ത്യ ഗവൺമെന്റ് 2020 ബഡ്ജറ്റിൽ കൊണ്ടുവന്നത്. ഓൾഡ് സ്കീം എന്ന് പറയുന്നത് ഓൾഡ് ആൾക്കാർക്കും ന്യൂ സ്കീം ന്യൂ ആൾക്കാർക്കും എന്നുള്ള രീതിയിലല്ല ഈ ഓൾഡ് സ്കീം ന്യൂ സ്കീം വർക്ക് ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി നമുക്ക് അങ്ങനെ പറയാമെങ്കിലും, ഉദാഹരണത്തിന് പഴയ ആളുകൾ കുറച്ചും കൂടെ കൂടുതൽ സേവിംഗ് മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഉള്ള ആളുകളായിരുന്നു. പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്പെൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കൂടുതൽ എക്സ്പെൻഡിച്ചേഴ്സിന് കുറവ് ഇൻവെസ്റ്റ്മെന്റുകൾക്കും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾക്കാരാണ്. സോ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സും ഡിഡക്ഷൻസും ചെയ്യുന്ന രീതിയിലായിരുന്നു ഓൾഡ് സ്കീമിന് ബെനിഫിറ്റ് എങ്കിൽ, യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഡിഡക്ഷനും ഇല്ലാതെ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ, സാലറി എങ്കിൽ സാലറി, ബിസിനസ് ഇൻകം എങ്കിൽ ബിസിനസ് ഇൻകം, കിട്ടുന്ന എമൗണ്ട് കൂടുതൽ ചെലവഴിക്കലിലേക്ക് പോകുന്ന ആൾക്കാർക്കും ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ആശയവുമായാണ് ന്യൂ സ്കീം വന്നിട്ടുള്ളത്. ഇതില് ആദ്യമായി നമുക്ക് ഓൾഡ് സ്കീമും ന്യൂ സ്കീമും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാന വ്യത്യാസത്തിൽ ഒന്നാമതായിട്ടുള്ളത് ടാക്സ് സ്ലാബിൽ തന്നെ ഓൾഡ് സ്കീമും ന്യൂ സ്കീമും തമ്മിൽ വ്യത്യാസമുണ്ട്. ടാക്സ് സ്ലാബിൽ വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് ഓൾഡ് സ്കീമിൽ 60 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് 2.5 ലക്ഷം രൂപ മുതൽക്ക് ടാക്സ് സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ന്യൂ സ്കീമിൽ 3 ലക്ഷം രൂപ മുതൽക്ക് മാത്രമേ ടാക്സ് സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പ്രധാന വ്യത്യാസം ഡിഡക്ഷൻസ് ആണ്. ഓൾഡ് സ്കീമിൽ എല്ലാ ടാക്സ് ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ എല്ലാ ടാക്സ് സേവിംഗ് എക്സ്പെൻഡിച്ചേഴ്സും ഡിഡക്ഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ന്യൂ സ്കീമിൽ വളരെ കുറവ് ടാക്സ് ഡിഡക്ഷൻസും ടാക്സ് സേവിംഗ് എക്സ്പെൻഡിച്ചേഴ്സും മാത്രമേ അലൗബിൾ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ പ്രധാന വ്യത്യാസം 2024 നിങ്ങൾക്ക് വരുന്ന, ഇപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യാൻ പോകുന്ന റിട്ടേണിൽ നിങ്ങൾക്ക് വരുന്ന പ്രധാന വ്യത്യാസം, ഓൾഡ് സ്കീമിൽ 12,500 രൂപ മാത്രമേ റിബേറ്റ് ആയിട്ട് അലോ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ന്യൂ സ്കീമിൽ ഇത് 25,000 രൂപ വരയ്ക്കും റിബേറ്റ് ആയിട്ട് അലോ ചെയ്യാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഓൾഡ് സ്കീമിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്നും ന്യൂ സ്കീമിൽ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്നും. സത്യത്തിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലായ്മയല്ല, 2.5 ലക്ഷം മുതൽക്ക് 5 ലക്ഷം രൂപ വരെ ടാക്സ് റിബേറ്റ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഉദാഹരണം, 5 ലക്ഷമോ 5 ലക്ഷത്തിൽ താഴെയുള്ള ഒരാളോ ആണോ എങ്കിൽ അങ്ങേരെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഈ റിബേറ്റ് യൂസ് ചെയ്ത് ടാക്സിന് ഇല്ലാക്കുന്നു. ഇതേപോലെ ന്യൂ സ്കീമിൽ 3 ലക്ഷം മുതൽക്ക് ടാക്സ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും 7 ലക്ഷം രൂപയോ അതിൽ താഴെയാണ് ഒരു വ്യക്തിയുടെ ഇൻകം എന്നുണ്ടെങ്കിൽ ഈ 7 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ടാക്സ് റിബേറ്റ് കൊടുത്ത് ടാക്സ് ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിൽ കൂടുതലോ 7 ലക്ഷത്തിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽക്ക് തന്നെ ടാക്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ 3 കാര്യങ്ങളിലാണ് ഓൾഡ് സ്കീമും ന്യൂ സ്കീമും തമ്മിൽ പ്രധാന ഡിഫറൻസ് ഉള്ളത്. ഇതിൽ ഈ ടാക്സ് റിബേറ്റിനെ കുറിച്ചും മാർജിനൽ റിലീഫിനെ കുറിച്ചും ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാം. ഇനി ന്യൂ സ്കീമിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് കിട്ടുക? കുറച്ച് ഡിഡക്ഷൻസേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുവെങ്കിലും സ്പെസിഫിക് ആയി എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം, സാലറി അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾഡ് സ്കീമിലേതുപോലെ തന്നെ ന്യൂ സ്കീമിലും അവൈലബിൾ ആണ്. 2, നിങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ട്. ആ ഹൗസിംഗ് ലോൺ നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹൗസിംഗ് ലോൺ എടുത്തത് ഒരു വാടക വീട് കൺസ്ട്രക്ട് ചെയ്യാനോ വാടക വീട് പർച്ചേസ് ചെയ്യാനോ ആണെന്നുണ്ടെങ്കിൽ മാത്രം
ഈ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് കൺസ്ട്രക്ട് ചെയ്യാനോ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് പർച്ചേസ് ചെയ്യാനോ ആണ് ഹൗസിംഗ് ലോൺ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടില്ല എന്ന് ചുരുക്കം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ ന്യൂ സ്കീമിൽ പറ്റുള്ളൂ. 3, എംപ്ലോയർ ആരാണോ നമുക്ക് സാലറി തരുന്ന വ്യക്തി, ആ എംപ്ലോയറുടെ നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എംപ്ലോയിയുടെ, തൊഴിലാളിയുടെ പറ്റില്ല. തൊഴിലാളിക്ക് വേണ്ടി എത്ര രൂപയാണോ NPS കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ന്യൂ സ്കീമിലും. 4, പുതിയ അമെന്റ്മെന്റ് പ്രകാരം അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ എമൗണ്ടും ന്യൂ സ്കീം പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഓൾഡ് സ്കീമിലുള്ള അതേപോലെ ന്യൂ സ്കീമിൽ ഫാമിലി പെൻഷന്റെ ഡിഡക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ മറ്റ് ചില അലവൻസുകൾ നിങ്ങൾക്ക് എക്സംഷനായി കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ്, അതേപോലെ കൺവെയൻസ് അലവൻസുകളെല്ലാം ഓൾഡ് സ്കീമിലെ പോലെ തന്നെ ന്യൂ സ്കീമിലും അവൈലബിൾ ആണ്. ഇത്രയും നേച്ചർ ഓഫ് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമേ ന്യൂ സ്കീമിൽ ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സംഷൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഏത് ഡിഡക്ഷൻസും എക്സംഷൻസും ന്യൂ സ്കീമിൽ അവൈലബിൾ അല്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നേച്ചർ എന്താണെന്ന് മാത്രമാണ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും എന്നുള്ളതല്ല, നേച്ചർ ഏതൊക്കെ ന്യൂ സ്കീമിൽ അവൈലബിൾ ആണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് മേജർ ഡിഡക്ഷൻസ് ഓൾഡ് സ്കീമിൽ കിട്ടിയിട്ടും ന്യൂ സ്കീമിൽ കിട്ടാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എല്ലാവരും പറയുന്ന 80C ഇൻവെസ്റ്റ്മെന്റുകൾ, LICയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, ഇതൊക്കെ ഓൾഡ് സ്കീമിൽ 80C എന്നുള്ള വിഭാഗത്തിൽ കിട്ടുമെങ്കിലും ഇത് ന്യൂ സ്കീമിൽ അവൈലബിൾ അല്ല. അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും മെഡിക്കൽ എക്സ്പെൻസസിന് വേണ്ടി ചെലവ് ചെയ്ത തുകകളും നമുക്ക് ന്യൂ സ്കീമിൽ അവൈലബിൾ ആവില്ല. അതേപോലെ ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിസേബിൾ ആയിട്ടുള്ള, അതായത് തീരെ ആരോഗ്യമില്ലാതെ ചില സ്പെസിഫൈഡ് ഡിസീസ് അസുഖങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ചെലവഴിച്ച തുക നമുക്ക് ന്യൂ സ്കീമിൽ കിട്ടുന്നതല്ല. അതേപോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോൺ എടുത്ത് ആ ലോണിന് അഗെയിൻസ്റ്റ് അടയ്ക്കുന്ന പലിശയും നമുക്ക് ന്യൂ സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല. പക്ഷെ ഇതെല്ലാം ഓൾഡ് സ്കീമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ആയിരുന്നു. ഓക്കെ, ഇനി എല്ലാവരുടെയും പ്രധാന സംശയമാണ് ഞാൻ ഓൾഡ് സ്കീം ചൂസ് ചെയ്യണോ ഞാൻ ന്യൂ സ്കീം ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം. ഈ ഓൾഡ് സ്കീം അല്ലെങ്കിൽ ന്യൂ സ്കീമിലേക്കുള്ള ചൂസിങ് അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനമായും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളെ ബേസ് ചെയ്തും നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുമാണ്. വളരെ കോമൺ ആയി, വളരെ വേഗമായി ഒരു കാര്യം പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റുകൾ, ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഈ 1.5 ലക്ഷം രൂപയിൽ താഴെയാണ് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ സ്കീം ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റുകൾ 3.75 ലാഖിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റുകളും ടാക്സ് സേവിംഗ് എക്സ്പെൻഡിച്ചറുകളും 3.75 ലാഖിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് സ്കീം ചൂസ് ചെയ്യുന്നത് ജനറലി നല്ലതായിരിക്കും. ഇത് ഒരു വേഗമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ജനറൽ പാർലൻസിലുള്ള ഒരു വ്യൂ മാത്രമാണ് കേട്ടോ. ഇനി ചില ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ബാങ്കിൽ ലോണിന് അപേക്ഷിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. മോർ ദാൻ അവർ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ട ആൾക്കാരായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റ് ഏതിലാണോ കൂടുതൽ വരുന്നത് ആ രീതിയിലേക്കായിരിക്കണം നിങ്ങൾ ന്യൂ സ്കീമും ഓൾഡ് സ്കീമും ചൂസ് ചെയ്യേണ്ടത്. കാരണം ഓൾഡ് സ്കീം ചൂസ് ചെയ്യുമ്പോൾ ഡിഡക്ഷൻസ് കൂടുതലായിരിക്കും, ഇൻകം കുറവാകും, ടാക്സ് കുറവാകും. സോ നിങ്ങൾക്ക് ലോണിനുള്ള എലിജിബിലിറ്റി എമൗണ്ടും കുറവാകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഏത് പർപ്പസിന് വേണ്ടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ച് വേണം നിങ്ങൾ ഓൾഡ് സ്കീമും ന്യൂ സ്കീമും ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഓൾഡ് സ്കീമും ന്യൂ സ്കീമും എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഇതുവരെയുള്ള വർഷങ്ങളിൽ, അതായത് 22-23 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ന്യൂ സ്കീം ചൂസ് ചെയ്യുകയും ഓൾഡ് സ്കീം ഓൾറെഡി ഓപ്റ്റഡ് അല്ലെങ്കിൽ ഡിഫാൾട്ട് സ്കീമായിട്ട് കിടക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഓൾഡ് സ്കീമിലായിരിക്കും ഓൾറെഡി ഒരു അസസി ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. വേണമെങ്കിൽ ന്യൂ സ്കീം ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപേ ഫയൽ ചെയ്യണമായിരുന്നു. പക്ഷേ 23-24 സാമ്പത്തിക വർഷം മുതൽ ന്യൂ സ്കീം ഡിഫാൾട്ട് സ്കീമും ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു ഫോം ഇൻകം ടാക്സ് റിട്ടേണിന് മുൻപായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ ഫയൽ ചെയ്തുകൊണ്ടാണ്. ഈ ഫോമിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. 10IE ആയിരുന്നു നേരത്തെ ഫയൽ ചെയ്തിരുന്ന ഫോമെങ്കിൽ 10IEA ആണ് പുതിയതായി ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫയൽ ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കൂ, ഈ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫയൽ ചെയ്യേണ്ട ഫോം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ്, കൂടാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുൻപ്, അതായത് 31 ജൂലൈയിലോ 31 ഒക്ടോബറിനോ മുൻപായി ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് ആ ന്യൂ സ്കീം അല്ലെങ്കിൽ ഓൾഡ് സ്കീം ഓപ്റ്റിംഗ് നടക്കുകയുള്ളൂ കേട്ടോ. ഇനി
ന്യൂ സ്കീമിലേക്കും ഓൾഡ് സ്കീമിലേക്കും മാറുന്നതിന് എന്തെങ്കിലും പരിമിതികളോ മറ്റെന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഇൻകം ഇല്ലാത്ത ആൾക്കാർക്ക് സാലറി ഇൻകം മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഇൻകം, അതർ സോഴ്സിലുള്ള ഇൻകം മാത്രമേ ഉള്ളൂ എന്നുള്ള ആൾക്കാർക്ക് എത്ര തവണ വേണമെങ്കിലും ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ന്യൂ സ്കീമിലേക്കും ഓൾഡ് സ്കീമിലേക്കും മാറാം. ഉദാഹരണം, ഈ വർഷം ഓൾഡ് സ്കീം ചൂസ് ചെയ്യാം, അടുത്ത വർഷം ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യാം, വീണ്ടും ഓൾഡ് സ്കീമിലേക്കും വീണ്ടും ന്യൂ സ്കീമിലേക്കും മാറി മാറി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള ആൾക്കാർക്ക് ഒരു തവണ മാത്രമേ ന്യൂ സ്കീമിലേക്ക് പോയി മാറി വരാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഈ പ്രൊഫഷണൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ബിസിനസ് ഇൻകമായാണ് കണക്കാക്കപ്പെടുക. സോ നിങ്ങൾ ഓൾഡ് സ്കീമിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ബിസിനസ് ഇൻകം ഉള്ള ആളുകൾ ഓൾഡ് സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾക്ക് വൺ ടൈം ചൂസിംഗ് പോയിന്റ് മാത്രമേ ഓൾഡ് സ്കീം അല്ലെങ്കിൽ ന്യൂ സ്കീമിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ മാർജിനൽ റിലീഫുമായി ബന്ധപ്പെട്ട് ന്യൂ സ്കീമിൽ എന്താണ് മാർജിനൽ റിലീഫ്, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, എങ്ങനെ നിങ്ങൾക്കത് ഉപകാരപ്പെടും, സാധാരണ ജനങ്ങൾക്ക് മാർജിനൽ റിലീഫ് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള കാര്യവും ആൻഡ് ടാക്സ് സ്ലാബുകളെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് അടുത്ത വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.